ഹായ്. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴ പറഞ്ഞാല് മഴക്കാലം തുടങ്ങിയിട്ടില്ല. ഇത് മഴക്കാലം പറഞ്ഞാല് 27 അല്ല 28 തുടങ്ങുന്ന പറഞ്ഞ. അപ്പൊ ഇന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ച ആയി. മഴ വിടുന്നേ ഇല്ല. ഇപ്പൊ 2-3 ദിവസമായിട്ട് പുറത്ത് ഇറങ്ങാനാവണില്ല. അങ്ങനത്തെ മഴ. പണിക്കൊന്നും പോകണമല്ല, വീട്ടിലിരുന്ന് അങ്ങനത്തെ മഴ, കാറ്റ് മഴ, പിന്നെ കറണ്ട് കമ്പം, അത് കാറ്റ് മരമെല്ലാം താഴെ നിന്നിന്. കുറെ അപകടം നടന്നു ഇവിടെ. അങ്ങനെ നമുക്ക് വീടൊക്കെ എടുക്കാനും പറ്റില്ല ഈ മഴ കൊണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ നോക്കിട്ട് നമ്മുടെ മഴ കാര്യങ്ങളും പിന്നെ അത് ഇതെല്ലാം നോക്കിട്ട് വിശ്വാസങ്ങൾ പറയാം. രാവിലെ എണിച്ചിട്ട് നോക്കുമ്പോ പുറത്ത് നല്ല മഴ, അതെ, നല്ല തണുപ്പുണ്ടല്ലോ. നല്ല തണുപ്പുണ്ട്. എല്ലാ സ്ഥലത്തും പണിയെല്ലാം ലീവാക്കിന്. എസ്റ്റേറ്റിലെല്ലാം പണി കൊടുത്തിട്ടില്ല. മിഞ്ഞാന്ന് മറ വന്നിട്ട് ഏതോ പെണ്ണുങ്ങളെല്ലാം മറിച്ചിന് അടുത്ത് കാറ്റും മഴ അതിനെ കൊണ്ട് പണി നിർത്തിന്ന്. റെഡ് അലർട്ട് കൊടുക്കല്. അതുകൊണ്ട് നല്ല മഴ അടിക്കുന്നുണ്ട്. രാത്രി ഇതിനെക്കാട്ട് ജാസ്തി ഉണ്ടായല്ലേ, കാറ്റും ഉണ്ടായി. ഭയങ്കര തണുപ്പ്. നമുക്ക് പേടിയാവണ്ട ഈ വീട് എവിടെ ഇടിഞ്ഞു പോവാൻ. അത്ര ഹൈറ്റിലുള്ളത് ഇത്. വരെല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പോകണ്ടേ മഴക്ക്. പേടിയാവണ്ട ഈ വീടിൻ്റെ ഉള്ളിൽ കിടക്കാൻ. ഇതെന്താ പുറപ്പെടുന്ന? ഇതെന്ത്? ഞാൻ മടക്കരക്കല്ലേ പണിക്ക് പോണത്. അപ്പൊ ഇത് മടക്കരക്ക് ഇങ്ങനത്തെ വേണം. കൊട ഒന്നുണ്ടെങ്കിൽ പോരാ. അപ്പൊ ഇത് നമുക്ക് ഇട്ടിട്ട് കൊട പിടിച്ചിട്ട് പോലും നനയോ അല്ല, ഇടുപ്പിന്റെ താഴെ പോലും നനയും. തല മാത്രം ബാക്കി ഉണ്ടാവും. അങ്ങനത്തെ കാറ്റല്ല, അങ്ങനത്തെ കാറ്റ്. പിന്നെ ആ സൈഡിൽ നിന്ന് മഴ വരില്ല, ഇപ്പുറത്തുനിന്ന് മഴ വരില്ല, അതൊന്നും പറയാനാവില്ല. അങ്ങനത്തെ കാറ്റ് മഴയാ. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇട്ടിട്ട് പുറത്തിറങ്ങാം. അപ്പൊ പൂച്ചെടിയെല്ലാം നല്ല ഉസാറായല്ലേ മഴ അടിച്ചിട്ട് ചെടിയെല്ലാം നല്ല ഉഷാറായി. മാത്രം ഇതിനെടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റണം. ഈ മഴന്റെ റോഡിന്റെ വെള്ളം ഇങ്ങനെ ഇതിരിക്കേ വീഴുന്നുണ്ട്. ഇതെവിടെ നോക്ക്, ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ചട്ടിയിൽ. മഴത്തേക്ക് ഞാനും കൊട പിടിച്ചിന്. അതെ, മഴ നിൽക്കുന്നല്ല. അപ്പൊ ഇവിടെ നോക്ക് മുല്ലക്ക് നല്ല വലുതായിട്ടുണ്ട്. ഇത് മഴ വരുന്നുണ്ടല്ലേ, അപ്പൊ നല്ല വലുതായിട്ടുണ്ട്. ഇപ്പൊ മഴയെല്ലാം വന്നുകൊണ്ട് നല്ല കൃഷിയായിട്ടുണ്ട് ഇതിന്, ചെടികൾക്കല്ല. നമ്മുടെ കോഴി എങ്ങനെയുണ്ട് നോക്കാം. അതെ, ഇതെന്ത് ചെടി? ഇതിൽ നോക്ക്, ഇത് സേവന്തിക. മഴവെള്ളം വീണിട്ട് നോക്ക്, ഇതിന്റെ ഇതെല്ലാം കാണാൻ തുടങ്ങിയത്. വേരെല്ലാം ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ചെറിയൊരു ചെടി നട്ടത് നോക്കുക. ഇത് എത്ര വലുതായി, ഇത് മൊട്ടായി. മഴ ജാസ്തിയായി ചെറിയത് ഉള്ളില് വരണം പുറത്ത്. അപ്പൊ മഴ ജാസ്തിയായിട്ട് വെള്ളം ജാസ്തിയായിട്ട് പൂച്ചെടിക്ക് നല്ലതുപോലെ വരില്ല. ഒരുമാതിരി ആവും ഇതിന്റെ ഇലയല്ല. ഇവിടെ നോക്കൂ ബല്ലട്ട, ഇത് റംബൂട്ടാൻ പഴം ഇതിന്റെ ചെടി. ഞാൻ കണ്ടില്ലല്ലോ. വിത്ത് നട്ടത് ഇത്. ഇതിവിടെ നമുക്ക് വലിയ ചെടി ഉണ്ട്, ഇപ്പുറത്തും ഉണ്ട്. നമ്മുടെ കോഴികളെല്ലാം ഒരുമാതിരി നനയുന്നില്ല. ഓടെല്ലാം ഇട്ടാണ്, ഓടിട്ടാണ്. ഇങ്ങനെ ഒരു ചെറിയൊരു വീടൊക്കെയാണ് കോഴിക്ക്. 3 കോഴിയുണ്ട്. അതെ, ചെറുതായി. അതിന് ജാസ്തി വെള്ളം പാടില്ല അല്ലേ. നല്ല വെയിൽ കാലത്ത് നല്ല പൂ പെരിഞ്ഞ് നിൽക്കും. അതെ, പിന്നെ ഇത് ഈ ടൈമിൽ ഒരു പൂവാട്ടെ, മഞ്ഞപ്പൂ. ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതെ. ഓ, നല്ല പൂ. അതാ ഈ മഴക്കാവണ പൂവ്. ഇത് റോഡ് സൈഡെല്ലാം കുറേ ഉണ്ട്. ഇത് ഒറ്റ ഒരു പൂവേ ഉള്ളു, എന്നിട്ട് ഇതിങ്ങനെ വീണ് പോകും. ഇവിടെ നനഞ്ഞിട്ട് വന്നു. അതിപ്പോ ചാടും. അതിനും വെള്ളം ജാസ്തി ഒരുമാതിരി മൊരണ്ടിച്ച മാതിരി. അതെ.
ഈ എരവെള്ളം ഇത് ഈ ഓടിന്റെ വെള്ളം ഇങ്ങനെ വീണിട്ട് ചെടിക്കേ ബുദ്ധിമുട്ട് വരും. അതെ അതെ അതിന് മാറ്റമാണ് മാറ്റണം. ഇല്ലെങ്കിൽ ഇത് അവിടേക്ക് വെള്ളം നിറഞ്ഞിട്ട് വേരെല്ലാം ഇതായി പോകും, ചീനി പോകും. ഇങ്ങനെ വെള്ളം നിറച്ച് നിൽക്കാൻ പാടില്ല. അതെ അതെ ഇതാ നിറഞ്ഞു നിൽക്കുന്നൊക്കെ. മുട്ടുണ്ട് ഇതാ. ഇങ്ങനെ ഉണ്ടാവുമല്ലോ വലുത് പൂവായിട്ട് ഇത് പൊട്ടിച്ച് കളയണം. ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ ഇതാ ഇതിന്റെ ഇപ്പുറത്ത് ചിഗിരി വരും. കണ്ട ചിഗിരി വരുന്നു. ഇത് നമ്മുടെ ചോള ചെടിയിൽ നിന്നൊക്കെ ഒരു ചോളം പൊട്ടുന്നല്ല, 2 ചോളം പൊട്ടും, 2 ചെടികൾ. ഇത് നോക്കുമ്പോഴത്തെ ഇത് നല്ല രസമായിട്ടാ. അതിന്റെ പേരെന്ത്? പനിക്കൂർക്കന്റെ എങ്ങനെ? പനിക്കൂർക്ക. പനിക്കൂർക്കന്റെ ഇത് മറന്നല്ലേ, നാടും മറന്നല്ലേ, നാടൻ മറന്നു. ഇതെല്ലാം പനിക്ക് സൂപ്പ് എടുക്ക്, നാവ് പുണ്ണുക്കെല്ലാം ആവല്ലേ. എല്ലാം മഴയത്ത് ഇങ്ങോട്ട് വന്നു, കനലെല്ലാം ഇങ്ങോട്ട് വന്നു. നോക്കൂ ഇവിടെ ഫുള്ള് വെള്ളം അതിൽ താഞ്ഞാണ്, ചെറിഞ്ഞാണ്. പിന്നെ നമ്മുടെ മുളക് ചെടിയിൽ മുളക് വീടില്ല പറഞ്ഞുണ്ടായില്ല. ഇപ്പൊ നല്ല മുളക് വീടാൻ തുടങ്ങി അല്ലേ? രണ്ട് കൊല്ലായിട്ട് ഇപ്പോഴാ മുളക് പിടിച്ചത്. അപ്പൊ പിടിച്ച മുളക് നല്ല വലുതായിട്ട് സൈസിലുണ്ട്. ഇതാ ഇതിനെ ഓടിച്ചിട്ട് നിങ്ങൾ തന്നെ കൊടയില്. ഇത് വരട്ടെ, ഇത് കസ്തൂരി മഞ്ഞള്. കസ്തൂരി മഞ്ഞളല്ലേ? എന്തിനെല്ലാം ഇത്? പെൺകുട്ടികള് മുഖത്ത് തേച്ച് കുളിക്കാന്, മേത്തുകല്ല് തേച്ച് കുളിക്കാനെല്ലാം ആവും. ഇതെന്തിനാവും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ബട്ടർ പൊട്ടുന്ന ചെടി ഉണ്ടല്ലേ, നമ്മളിത് ഫസ്റ്റ് ഇവിടെ വന്ന ഫസ്റ്റില് നട്ടത് ഇത്. അപ്പൊ അവിടുന്ന് ചെടിയെല്ലാം കൊടുത്തിട്ട് ഇവിടെ ലൈനായിട്ട് ഒരു 3-4 ചെടി നട്ടു. മേത്തുകല്ല് തേച്ച് കുളിക്കാനെല്ലാം ആവും. ഇതെന്തിനാവും എനിക്കറിയില്ല. പിന്നെ ഇവിടെ ബട്ടർ പൊട്ടുന്ന ചെടി ഉണ്ടല്ലേ, നമ്മളിത് ഫസ്റ്റ് ഇവിടെ വന്ന ഫസ്റ്റില് നട്ടത് ഇത്. അപ്പൊ അവിടുന്ന് ചെടിയെല്ലാം കൊടുത്തിട്ട് ഇവിടെ ലൈനായിട്ട് ഒരു 3-4 ചെടി നട്ടുന്നതാണ്. അതിത് ഇത്ര വലുതായി. ഇങ്ങനെ ഒരു 1.5 കൊല്ലം 2 കൊല്ലം ആകുമ്പോൾ ഇതിൽ കായ് വിടാൻ തുടങ്ങി. ഈ മഴക്ക് ഗീത ഒരു പാട്ട് പാടാന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞേന്. ഒരു ഗീത ഒരു പാട്ട് പാടുന്നു, നോക്കാം ഏത് പാട്ട് പാടുന്നു. ಮುಂಗಾರು ಮಳೆಯೇ ಏನು ನಿನ್ನಾನಿಗಳಲ್ಲೇ. ഇത് ഞാനിങ്ങനെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ തുറന്നാ മതി. ഇതിങ്ങനെ ബട്ടൺ ഇതിങ്ങനെ വെള്ളമൊന്നും പോകണല്ലേ ഉള്ളില്? ഇല്ല ഇല്ല. ഇത് സ്കൂൾ കുട്ടികൾക്കെല്ലാം നല്ലതല്ലേ? നോക്കുമ്പോഴത്തെ ഒരു തുള്ളി ചണ്ടി ആയിട്ടില്ല. അതെ, അപ്പൊ നല്ല ഇതുണ്ട്. അപ്പൊ ഉള്ളിക്ക് പോ. അപ്പൊ തുടങ്ങി മഴ. ഇപ്പൊ നമ്മൾ വീഡിയോ ആക്കുമ്പോ മഴ ലെസ് കുറവുണ്ടായി. അപ്പൊ ഉള്ളു നിന്നിട്ട് നമ്മള് അത് വീഡിയോ പിടിക്കാൻ വരുമ്പോ കറണ്ട് ഇല്ല, ഉള്ളിട്ട്. ഇനി ഈ മഴക്കാലത്ത് ഒരു ദിവസം മഴ അടിച്ച് കാറ്റടിച്ചാല് ഒരു ദിവസം രാത്രി കറണ്ട് ഉണ്ട് അവിടെ. ഇന്ന് നേരം വിളിച്ചാൽ ഇവിടെ പഞ്ചായത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ പഞ്ചായത്തുകാർക്ക് എഴുതാൻ പിടിക്കാൻ കറണ്ട് വേണം പറഞ്ഞിട്ട് അവർ ശരിയാക്കും. അവർ പോയ പോലെ കറണ്ട് പോകും. പിന്നെ രാത്രി നമ്മൾ ഇപ്പൊ ഇന്നലെ പോയ കറണ്ട് ഇന്ന് രാവിലെ വന്ന് അത് കുറച്ച് വന്ന് പോയി. അത് അവർക്ക് പണിയെടുക്കണല്ല പഞ്ചായത്തില്. അവർക്ക് അവരുടെ പണി തീർന്നാ പിന്നെ കറണ്ട് ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ മാത്രം നമ്മൾ സാംസങ്ങിൽ ഇരിക്കുമ്പോൾ കറണ്ട് പോയത് നമുക്കറിയില്ല അല്ല. ഒന്ന് മിന്നിട്ട് വരും. അത് എന്ത് പ്രോബ്ലം ആയാലും അപ്പം റെഡിയാക്കും. നന്നാക്കുന്നവർ ഫോണാക്കിയിട്ട് വിളിക്കുന്നവരെ അറിയില്ല. അതിനെ കൊണ്ടാണ് അങ്ങനെ അമ്മൻ്റെ അടുത്ത് പോകണമെന്നുണ്ടായി. ഈ മഴ കാരണം അമ്മൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണമല്ലോ. അങ്ങനത്തെ മഴ അടിച്ചുകൊണ്ട് അത് ഇന്ന് ബാലറ്റിനൊക്കെ പണിയില്ല. ഭയങ്കര വെറുപ്പാക്കിയത്. അങ്ങനെ എന്താ ഇന്ന് വേഗം ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഞാനേ ചോറ് പിന്നെ കറിയെല്ലാം ആക്കി. പിന്നെ ഗീത അവിടെയും പണിയെടുത്തിട്ട് വരുമ്പോ
അത്രയാണ്. അതെ, അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. ബൈ.